അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മഹാന്മാർ നമ്മെ ഉപദേശിക്കുന്നു. ഹഖുൽ മുഅല്ലിമി വൽ മുർഷിദി ആഖദു മിൻ ഹഖിൽ വാലിദി. ഒരു ഉസ്താദിൻ്റെ ഇൽമ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ ആ ഉസ്താദിനോട് കാണിക്കേണ്ട ബാധ്യതകൾ മാതാപിതാക്കളോട് കാണിക്കുന്നതിനേക്കാളും മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കാളും വലിയ ബാധ്യതയാണെന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാതാപിതാക്കളോടുള്ള ബാധ്യത മക്കൾക്ക് അത് ചെറുതൊന്നുമല്ല, നമുക്കും അത് മനസ്സിലാക്കിയവരാണ്. പക്ഷേ അതിനേക്കാളും ഗൗരവമുള്ളൊരു വിഷയമാണ് ഉസ്താദുമാരോട് ഒരു ഹർഫെങ്കിലും ഇൽമു പഠിപ്പിച്ച ഗുരുനാഥനോട് കാണിക്കേണ്ട ഹക്ക് ബാധ്യതകൾ. അത് വലുതാണ്. പലപ്പോഴും ഇന്ന് നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ ഉസ്താദുമാരോടോ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരോടോ വലിയൊരു ഗൗരവമോ ബഹുമാനമോ അതിന് വേണ്ടതുള്ള ആദരവോ നാം പലപ്പോഴും കാണിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത തന്നെ, ആ ബഹുമാനത്തന്നെ നമ്മുടെ കൽബിൽ വരുന്നില്ല. അത് വലിയൊരു അപകടമാണ്. മാതാപിതാക്കൾക്ക് ബാധ്യതയേക്കാൾ വലിയ ബാധ്യതയാണ് ഉസ്താദുമാരോട് കാണിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രമാത്രം ഗൗരവമായിരിക്കുമെന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് മാതാപിതാക്കളെക്കാൾ വലിയ സ്ഥാനം അവർക്ക് കിട്ടാനുള്ള കാരണം? അതേ മഹാന്മാർ പറയുന്നു, ഒരു മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ കുട്ടിയെ സംരക്ഷിക്കുന്നവരാണ്. ഏത് വിഷയത്തിലാണ്? അവന്റെ ദുനിയാവിന്റെ കാര്യത്തിലും അവന്റെ ശരീരത്തിന്റെ കാര്യത്തിലുമാണ്. അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും കേടുപാട് വരാൻ പാടില്ല എന്ന വിഷയത്തിൽ ഉമ്മ വലിയ ജാഗ്രത പാലിക്കുന്നു, ബാപ്പ വലിയ ജാഗ്രത പാലിക്കുന്നു. എൻ്റെ കുട്ടി, എൻ്റെ മകൻ, എൻ്റെ മകൾ ദുനിയാവിൽ പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന് അതിനു വേണ്ടി മാതാപിതാക്കൾ വലിയ പ്രയത്നങ്ങൾ പ്രയത്നിക്കുന്നു. അതുകൊണ്ടാണല്ലോ മാതാപിതാക്കൾക്ക് അത്രമാത്രം വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നത്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് والمعلم والمرشد يحفظه بتعليمه وإرشاده مما يضره في آخرته. ഒരു മുഅല്ലിമാണെങ്കിലോ ഒരു ഉസ്താദാണെങ്കിലോ ആ ഉസ്താദ് സംരക്ഷിക്കുന്നത് അവന്റെ ദീനിനെയാണ്, അവന്റെ ദുനിയാവിനെയല്ല, അവന്റെ ആഖിറത്തിനെയാണ്. അവിടെയാണ് ഉസ്താദും മാതാപിതാക്കൾ വേർതിരിയുന്നത്. ഇത് ശരിക്ക് ചിന്തിച്ചാൽ ഒരു നിലക്ക് അതേ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് ഏത് വിഷയത്തിലാണോ ജാഗ്രത വഹിക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമാണ് ഉസ്താദുമാർ കാര്യം ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്നത്. എൻ്റെ കീഴിലുള്ള ശിഷ്യൻ അവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അവനൊരു ദീനി വിരോധിയായി പോകാൻ പാടില്ല, അല്ലാഹു പൊരുത്തപ്പെടാത്തവരാൾ ആകാൻ പാടില്ല, അവൻ മരണപ്പെട്ടതിൻ്റെ ശേഷം അവനൊരു നല്ല ജീവിതം കിട്ടണം എന്നതിനെ താല്പര്യപ്പെട്ടിട്ട് ഉസ്താദുമാർ ആ കുട്ടികളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന ജീവിതം അത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണല്ലോ. ആ ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരും കഷ്ടപ്പാടുകൾ സഹിക്കുന്നവർ, ത്യാഗങ്ങൾ സഹിക്കുന്നവർ അത് ഉസ്താദുമാരാണ്, മുഅല്ലിമീങ്ങളാണ്. തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാരാണെന്ന് ഗൗരവത്തോടു കൂടെ നാം കാണേണ്ട വിഷയമാണ്. എത്രമാത്രം ഗൗരവം ഉസ്താദുമാർക്കുണ്ട് എന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. മാതാപിതാക്കള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ദുനിയാവിന്റെ കാര്യങ്ങളാണല്ലോ, അതിലൂടെ കിട്ടുന്ന വിജയം അത് നശ്വരമായ വിജയം മാത്രമാണ്, ചെറിയ വിജയം മാത്രമാണ്, താൽക്കാലികമുള്ള വിജയം മാത്രമാണ്. അതേ സമയത്ത് ഉസ്താദുമാർ, അതേ ഗുരുനാഥന്മാർ അവരെ പഠിപ്പിച്ച, അവർ സംരക്ഷിച്ച, അവർ ഒരു കുട്ടിന്റെ പിന്നാലെ, അവന്റെ കീഴിലുള്ള ശിഷ്യന്റെ പിന്നാലെ അവൻ പ്രയത്നിച്ച് ആ കുട്ടിനിക്ക്, ആ മുതഅല്ലിമിക്ക് അല്ലെങ്കിൽ ആ ശിഷ്യനിക്ക് അവൻ നേടിയെടുക്കുന്ന വിജയം അതൊരിക്കലും
തീരാത്തൊരു വിജയമാണ്, അതൊരിക്കലും നശിക്കാത്ത വിജയമാണ്. എന്നേക്കുള്ള സ്വർഗമാണ് അവൻ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാതാപിതാക്കളെക്കാൾ മഹത്വം ഉസ്താദുമാർക്കുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാന ബഅദുഹും യഹ്തരിമു ശൈഖഹു അക്സറ മിൻ ഇഹ്തിറാമി അബാഹു. മഹാന്മാരൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കുന്നതിനേറെ അവർ ബഹുമാനം കൊടുത്തിരുന്നത് അവരുടെ ഉസ്താദന്മാർക്കാണ്. മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കാൻ പാടില്ല എന്നോ അവരോടുള്ള ബഹുമാനം കുറക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല. എന്നാലും അതിനേക്കാൾ കൂടുതൽ ഉസ്താദന്മാർക്കാണ് അവർ കൊടുത്തിരുന്നത്. എന്തേ കാരണം? അശ്ശൈഖു അബുറൂഹ്, ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ അവർ റൂഹിന്റെ ബാപ്പയാണ്. നമ്മെ റൂഹിനെ സംരക്ഷിക്കുന്നവർ അവരാണ്. വഹുവ ബാക്കിൻ, റൂഹ് എന്നുള്ളത് അത് നന്നേക്കും ബാക്കിയുള്ളതാണല്ലോ. അതേ സമയത്ത് വൽ അബുൽ ജിസ്മ, ബാപ്പയാണെങ്കിലോ ഈ തടിയുടെ ബാപ്പയാണല്ലോ. വഹുവ ഫാനിൻ, തടി എന്നുള്ളത് നശിക്കുന്നതാണല്ലോ. അപ്പൊ നശിക്കുന്നതിന്റെ ബാപ്പയാണ് നമ്മുടെ ബാപ്പയാണെങ്കിൽ, അതേ ഒന്നേക്കും നശിക്കാത്ത നമ്മുടെ റൂഹിന്റെ ബാപ്പയാണ് നമ്മുടെ ഉസ്താദന്മാരെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മെ പഠിപ്പിച്ച ഉസ്താദന്മാരെ അവരോടുള്ള ബഹുമാനം നമുക്ക് വലിയൊരു ബാധ്യതയാണ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കിട്ടാൻ അത് കാരണമാകുന്നു, നമ്മുടെ വിജയത്തിന്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഈ വലിയൊരു പാഠം നാം പഠിപ്പിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കേണ്ടവരൊക്കെയും ബഹുമാനിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.